അങ്ങനെ ഏഷ്യാകപ്പിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ കലാശ പോരാട്ടമാണ്. തുടർച്ചയായ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ഇരു രാജ്യങ്ങളും നേർക്കുനേർ വരുന്നത്. പാകിസ്ഥാനെതിരായ മുൻതൂക്കം നിലനിർത്താം എന്നൊരു ആത്മവിശ്വാസം ഇന്ത്യക്ക് കരുത്തെങ്കിൽ പകരം വീട്ടാമെന്ന പ്രതീക്ഷയിലാണ് പാകിസ്ഥാൻ. ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിനും പാക് താരങ്ങൾക്കുമെതിരെ ICC നടപടിയെടുത്തതിനു ശേഷമാണ് വീണ്ടും ടീമുകൾ മത്സരത്തിന് ഇറങ്ങുന്നത് എന്നതും ശ്രദ്ധേയമാണ്. രാത്രി 8 മണിക്ക് ദുബായിലാണ് ആവേശ പോരാട്ടം. ടൂർണമെന്റിൽ ഉടനീളം അജയ്യറായാണ് ഇന്ത്യ കലാശപ്പോരിലേക്ക് എത്തുന്നത്. സൂപ്പർ ഫോറിൽ പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ശ്രീലങ്കയെയും വീഴ്ത്തിയ ആത്മവിശ്വാസവും ഗൗതം ഗംഭീറിനും സംഘത്തിനുമുണ്ട്. പാകിസ്ഥാനെ ഇരുഘട്ടങ്ങളിലും തോൽപ്പിച്ചത് അവസാന മത്സരത്തിലേക്ക് എത്തുമ്പോൾ സൂര്യകുമാറിന് കരുത്തേകും. ഫൈനലിലും ഇന്ത്യയുടെ പ്രതീക്ഷകൾ ഓപ്പണർമാരിൽ തന്നെയാണ്. ഗില്ലും അഭിഷേകും നൽകുന്ന അടിത്തറ പിന്നീട് വരുന്നവരും ഉപയോഗിച്ചാൽ കൂറ്റൻ സ്കോർ നേടാനും വിജയലക്ഷ്യം മറികടക്കാനും അനായാസം സാധിക്കും. തുടർച്ചയായ 3 മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറി നേടിയ അഭിഷേകിന് മുന്നിൽ റെക്കോർഡുകൾ വീഴുമ്പോൾ അത് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് താരത്തിലുള്ള വിശ്വാസവും കൂടിയാണ്. T20 ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമെന്ന നേട്ടത്തിലേക്കെത്താൻ 10 റൺസ് മാത്രമാണ് അഭിഷേകിന് വേണ്ടത്. മുന്നിലുള്ളത് വിരാട് കോഹ്ലിയും. ബൗളിംഗിൽ കുൽദീപ് യാദവാണ് ഇന്ത്യയുടെ കുന്തമുന. ടൂർണമെന്റിൽ ചൈനാമാൻ ബൗളർ വീഴ്ത്തിയത് 13 വിക്കറ്റുകൾ. വരുൺ ചക്രവർത്തിയും അക്ഷറും കുൽദീപിനൊപ്പം ചേരുന്നതോടെ സ്പിൻ നിര ശക്തം. പേസർമാരെ നയിക്കുന്നത് സൂപ്പർ താരം ബുംറ തന്നെ. ഒപ്പം ഹാർദിക്കും ഹർഷ്ദീപും പാർട്ട് ടൈമായി ദൂബെയും കൂടിയെത്തുന്നതോടെ ഫാസ്റ്റ് ബൗളിംഗും ശക്തം. ഫൈനലിലേക്ക് എത്തുമ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ പാകിസ്ഥാനല്ല, അടിമുടി മാറിയെത്തുന്ന പാക് ടീമിനെ കരുതിയിരിക്കണം ഇന്ത്യ. അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കരുത്തു കൂട്ടിയാണ് പാകിസ്ഥാൻ എത്തുന്നത്. 2 തവണ ഇന്ത്യക്ക് മുന്നിൽ തകർന്ന പാകിസ്ഥാന് പകരം വീട്ടാനുള്ള അവസാന അവസരം. കളിക്കളത്തിന് പുറത്തേക്ക് നീണ്ട വിവാദങ്ങളായിരുന്നു ടൂർണമെന്റിൽ ഇന്ത്യ പാക് പോരാട്ടങ്ങളെല്ലാം. ഹസ്തദാന വിവാദവും ആംഗ്യങ്ങളെ ചൊല്ലിയുള്ള വിവാദവും പിന്നാലെ ICC നടപടിയും. എന്തായാലും ഒന്നുറപ്പ്, കലാശ പോരാട്ടം തീപാറും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.